നമസ്കാരം. കേരള ഫിനാൻഷ്യൽ കോഡ് വോളിയം 1 ചാപ്റ്റർ 4 പ്രധാന ആർട്ടിക്കിൾസിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. ആർട്ടിക്കിൾ 67 മുതൽ 89 വരെ ഈ ചാപ്റ്ററിൽ ഉൾപ്പെടുന്നു. അഡീഷണൽ പോസ്റ്റുകളുടെ അഥവാ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുടെ ക്രിയേഷൻ, ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ ക്ലെയിമുകൾ, റിക്കവറി, ഇവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ചട്ടങ്ങൾ എന്നിവയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഏവർക്കും സർവീസ് ട്രാക്കിലേക്ക് സ്വാഗതം. സ്കെയിൽ ഓഫ് എ ആർട്ടിക്കിൾ 67. Scale of pay for various services or posts under government are fixed by the statutory rules governing the conditions relating to the services. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള വിവിധ സർവീസുകളുടെ ശമ്പള സ്കെയിൽ ഫിക്സ് ചെയ്യുന്നത് അവയുടെ സേവന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ പ്രകാരമാണ്. Scale of pay for a post has not been included in any service is generally fixed by the contract with the appointee or by an executive order issued by the competent authority. ഒരു പോസ്റ്റിൻ്റെ ശമ്പള സ്കെയിൽ സർവീസിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥനുമായുള്ള കരാർ പ്രകാരമോ ബന്ധപ്പെട്ട അധികാരിയുടെ എക്സിക്യൂട്ടീവ് ഉത്തരവ് പ്രകാരമോ ഫിക്സ് ചെയ്യുന്നതാണ്. ക്രിയേഷൻ and abolition of post. Government have the power to create or abolish any post in connection with the affairs of the state, except those posts coming under All India Service. All India Service ഒഴികെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏത് തസ്തിക സൃഷ്ടിക്കുന്നതിനും നിരോധിക്കുന്നതിനും സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 312(1) പ്രകാരം ഓൾ ഇന്ത്യ സർവീസിൽ നിയമനം നടത്തുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാണ്. സൂപ്പർ ന്യൂമററി. An officer is appointed over and above the strength of the establishment without increasing the number of posts owing to reduction in establishment and to retain the service of an officer. എസ്റ്റാബ്ലിഷ്മെൻറ്റ് സ്ട്രെങ്ത് ഉയർത്താതെ ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു ഉദ്യോഗസ്ഥനെ നിലനിർത്തുന്നതിന് വേണ്ടി അധികമായി സൃഷ്ടിക്കുന്ന തസ്തികയാണ് സൂപ്പർ ന്യൂമററി പോസ്റ്റ്. പ്രസ്തുത ഉദ്യോഗസ്ഥനാണ് സൂപ്പർ ന്യൂമററി. പ്രിൻസിപ്പിൾസ് ടു ബി ഫോളോഡ് ഇൻ മേക്കിംഗ് സൂപ്പർ ന്യൂമററി അപ്പോയിൻമെൻറ്റ്. ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ടു അക്കോമഡേറ്റ് ദ ലീൻ ഓഫ് ആൻ ഓഫീസർ due to the non-availability of a permanent post. ഒരു സ്ഥിരം തസ്തിക ലഭ്യമല്ലാത്തതിനാൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ ലാവണം സംരക്ഷിക്കുന്നതിന് വേണ്ടി സൃഷ്ടിക്കുന്നതാണ് സൂപ്പർ ന്യൂമററി പോസ്റ്റ്. ഇറ്റ് ഈസ് എ ഷാഡോ പോസ്റ്റ് ആൻഡ് നോ ഡ്യൂട്ടീസ് ആർ അറ്റാച്ച്ഡ് ടു ഇറ്റ്. ഇതൊരു നിഴൽ തസ്തികയാണ്. യാതൊരു ഡ്യൂട്ടികളും ഈ പോസ്റ്റിൽ ചേർത്തിട്ടില്ല. സൂപ്പർ ന്യൂമറിയായി നിയമനം ലഭിച്ച ഉദ്യോഗസ്ഥൻ ഒഴിവുള്ള മറ്റേതെങ്കിലും തസ്തികയുടെ ചുമതലയായിരിക്കും വഹിക്കേണ്ടത്. ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് only if another vacant post is available. മറ്റൊരു വേക്കൻറ്റ് പോസ്റ്റ് ലഭ്യമാണെങ്കിൽ മാത്രമേ സൂപ്പർ ന്യൂമററി പോസ്റ്റ് സൃഷ്ടിക്കാൻ പാടുള്ളൂ. ഇറ്റ് ഈസ് എ പെർമനൻറ്റ് പോസ്റ്റ് ഫോർ എ ഡെഫിനിറ്റ് ടൈം. ഇതൊരു സ്ഥിരം തസ്തികയാണ്. ഒരു നിശ്ചിത ആവശ്യത്തിനു വേണ്ടി നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് ഇത് സൃഷ്ടിക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് എ പേഴ്സണൽ പോസ്റ്റ്. വെൻ ഇറ്റ് ഈസ് അബോളിഷ്ഡ് നോബഡി ഷാൽ ബി പോസ്റ്റഡ് എഗൻസ്റ്റ് ഇറ്റ്. ഇതൊരു വ്യക്തിക്ക് വേണ്ടി സൃഷ്ടിക്കുന്ന പോസ്റ്റാണ്. ആ ഉദ്യോഗസ്ഥൻ റിട്ടയർഡ് ആയാലോ മറ്റേതെങ്കിലും സ്ഥിരം പോസ്റ്റിൽ കൺഫർമേഷൻ ആയാലോ ഉദ്യോഗസ്ഥൻ പോസ്റ്റ് ഒഴിയുന്നതോടെ ആ പോസ്റ്റ് ഇല്ലാതാകുന്നു. മറ്റൊരാളെ ആ പോസ്റ്റിൽ നിയമിക്കാൻ പാടില്ല. നോ എക്സ്ട്രാ ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ക്രിയേറ്റിംഗ് ദ പോസ്റ്റ്. ഇത്തരം പോസ്റ്റുകൾ സൃഷ്ടിക്കുന്നതിലൂടെ അധികം സാമ്പത്തിക ബാധ്യത വരാൻ പാടില്ല. Details to be furnished with the establishment proposal.
A reason for considering the addition or change. നിലവിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റിൽ കൂട്ടിച്ചേർക്കൽ നടത്തുന്നതിനുള്ള കാരണം. പ്രസന്റ് കോസ്റ്റ് ഓഫ് എ സെക്ഷൻ അഫക്റ്റഡ് ഓർ ടോട്ടൽ ഓഫ് ദി എസ്റ്റാബ്ലിഷ്മെന്റ്. ബാധിക്കപ്പെട്ട സെഷനുകളിൽ ഒന്നിന്റെ അഥവാ എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ആകെ ചെലവ്. കറസ്പോണ്ടിങ് കോസ്റ്റ് ആഫ്റ്റർ റിവിഷൻ. റിവിഷന് ശേഷമുള്ള തത്തുല്യമായ ചെലവ്. എക്സ്ട്രാ കോസ്റ്റ് ഇൻവോൾവ്. അധിക ചെലവ്. നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ദി ലേറ്റസ്റ്റ് ഓർഡർ. പുതിയ ഉത്തരവിൻ്റെ നമ്പരും തീയതിയും. ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് കോസ്റ്റ് എഗൻസ്റ്റ് ഈച്ച് പോസ്റ്റ്. ഓരോ പോസ്റ്റിൻ്റെയും ചെലവിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ. ഇൻ ദ കേസ് ഓഫ് ദ ടെമ്പററി എസ്റ്റാബ്ലിഷ്മെന്റ്, പീരീഡ് ഫോർ വിച്ച് ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ്. താൽക്കാലിക എസ്റ്റാബ്ലിഷ്മെന്റിന്റെ കാര്യത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാലാവധി. ആവറേജ് മന്ത്ലി കോസ്റ്റ് ഓഫ് ദി സ്കെയിൽ പ്രപ്പോസ്ഡ്. നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന തസ്തികയുടെ ശരാശരി ചെലവ്. ഡീറ്റെയിൽസ് ഓഫ് ദ നമ്പർ ആൻഡ് പേ ഓഫ് ദ പോസ്റ്റ്. തസ്തികയുടെ എണ്ണത്തിൻ്റെയും ശമ്പളത്തിൻ്റെയും വിശദാംശങ്ങൾ. താൽക്കാലിക എസ്റ്റാബ്ലിഷ്മെന്റുകളെ സംബന്ധിച്ച സ്പെഷ്യൽ റൂളുകൾ. വെൻ എക്സസ് റേറ്റ് ഓഫ് ദ ലോവസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഓർ ഗ്രേഡ് ഈസ് സാങ്ഷൻഡ് ഇൻ ദ എസ്റ്റാബ്ലിഷ്മെന്റ് ടു വിച്ച് ദ എക്സ്ട്രാ അപ്പോയിന്റ്മെന്റ് ഈസ് ആഡഡ്, ദ സ്പെഷ്യൽ റേറ്റ് ഷാൽ ബി ഡ്രോൺ ടു ദ പേഴ്സൺ who actually does the work for which the temporary addition is made. അധിക നിയമനം നടത്തിയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റിലെ താഴ്ന്ന നിയമനത്തിന്റെയോ ഗ്രേഡിന്റെയോ നിരക്കിൽ അധിക ശമ്പളം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് താൽക്കാലിക കൂട്ടിച്ചേർക്കൽ മൂലം അധിക ജോലി ചെയ്ത വ്യക്തിക്കായിരിക്കും. If a permanent officer is deputed to a temporary post, his emolument shall be regulated under the service rules. ഒരു സ്ഥിര ഉദ്യോഗസ്ഥനെ താൽക്കാലിക ജോലി ചെയ്യുന്നതിന് നിയോഗിച്ചാൽ അയാളുടെ ശമ്പളം സർവീസ് ചട്ടങ്ങൾ പ്രകാരം നിർണയിക്കുന്നതാണ്. The sanction to a temporary establishment should specify the period for which it is sanctioned. താൽക്കാലിക എസ്റ്റാബ്ലിഷ്മെന്റ് അനുവദിക്കുമ്പോൾ എത്ര കാലത്തേക്ക് എന്ന് വ്യക്തമാക്കണം. നോ എസ്റ്റാബ്ലിഷ്മെന്റ് ഷുഡ് ബി കണ്ടിന്യൂഡ് ഇൻ ആന്റിസിപ്പേഷൻ ഓഫ് സാങ്ഷൻ. അനുമതി പ്രതീക്ഷിച്ചുകൊണ്ട് എസ്റ്റാബ്ലിഷ്മെന്റ് തുടരാൻ പാടില്ല. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നോൺ ഗസറ്റഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻടു സെക്ഷൻസ്. ദ ഡിവിഷൻ ഷുഡ് ബി യൂണിഫോം ത്രൂഔട്ട് ദ സ്റ്റേറ്റ് for the same classes of establishments. ഒരേ തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് സംസ്ഥാനത്തുടനീളം ഒരേ രീതിയിൽ വിഭജനം നടത്തണം. Ordinarily, an office or establishment containing not more than 12 clerks should form a single section. Larger offices will comprise 2 or more. സാധാരണ ഒരു ഓഫീസിൽ അഥവാ എസ്റ്റാബ്ലിഷ്മെന്റിൽ 12-ൽ കൂടുതൽ ക്ലർക്കുകൾ ഇല്ലെങ്കിൽ ഒരു സിംഗിൾ സെക്ഷനായി കണക്കാക്കാം. വലിയ ഓഫീസുകളിൽ 2 അതിൽ കൂടുതലോ വരാം. ഇൻ ലാർജ് ഓഫീസസ് വെയർ മെമ്പേഴ്സ് ഓഫ് ദ മിനിസ്റ്റീരിയൽ സർവീസസ് ആർ അറേഞ്ച്ഡ് ബൈ ക്ലാസസ് ആൻഡ് ഗ്രേഡ്സ് സച്ച് ആസ് സൂപ്പറിൻറ്റൻഡന്റ്, അപ്പർ ഡിവിഷൻ ക്ലർക്ക് and lower division clerk, each classes or grade may form a separate section. വലിയ ഓഫീസുകളിൽ മിനിസ്റ്റീരിയൽ സർവീസിലെ അംഗങ്ങൾ സൂപ്രണ്ട്, അപ്പർ ഡിവിഷൻ ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നിങ്ങനെ ക്ലാസുകളും ഗ്രേഡുകളുമായി ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ അവ പ്രത്യേക സെഷനുകളാണ്. ക്ലർക്സ്, ടീച്ചേഴ്സ് etc. should not be combined with last grade government servants except in small establishments. ചെറിയ എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ ഒഴികെ ക്ലർക്കുകൾ, ടീച്ചേഴ്സ് തുടങ്ങിയവരെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുമായി ചേർത്ത് കാണിക്കാൻ പാടില്ല.
Claim of government servant, due date for payment. Pay, leave salary and other monthly recurring payments become due for payment only on the expiry of the month to which they relate. ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പളം, അവധി ശമ്പളം, മറ്റ് പ്രതിമാസ റിക്കറിംഗ് പേയ്മെൻറ്റുകൾ തുടങ്ങിയവ അവയുമായി ബന്ധപ്പെട്ട മാസം കഴിയുന്നതോടെ ഡ്യൂ ആകുന്നതാണ്. The salary of government servants for a month will be disbursed during the first 3 working days of the succeeding month. സർക്കാർ ജീവനക്കാരുടെ ഒരു മാസത്തെ ശമ്പളം തുടർന്ന് വരുന്ന മാസത്തിന്റെ ആദ്യത്തെ 3 പ്രവൃത്തി ദിവസങ്ങളിലാണ് വിതരണം ചെയ്യുന്നത്. പാർട്ട് സാലറി. The payment due for a part of a month should ordinarily be made at once without waiting till the end of the month in the following circumstances. ഒരു മാസത്തെ ഭാഗിക ശമ്പളം മാസാവസാനം വരെ കാത്തിരിക്കാതെ താഴെ പറയുന്ന സാഹചര്യങ്ങളിൽ ഡ്രോ ചെയ്യാവുന്നതാണ്. When a government servant proceeds out of India on deputation, leave or vacation. ഡെപ്യൂട്ടേഷൻ, അവധി, വെക്കേഷൻ എന്നിവയെ തുടർന്ന് ഗവൺമെൻറ് ജീവനക്കാരൻ വിദേശത്ത് പോകുകയാണെങ്കിൽ. When a government servant will be promoted and transferred from non-gazetted post to gazetted or vice versa. ഒരു ഗവൺമെൻറ് ജീവനക്കാരനെ നോൺ ഗസറ്റഡ് തസ്തികയിൽ നിന്നും ഗസറ്റഡ് തസ്തികയിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോഴോ നേരെ വിപരീതമായി റിവേർട്ട് ചെയ്യുമ്പോഴോ സ്ഥലം മാറ്റം ഉൾപ്പെട്ടാൽ. When a government servant finally quit the service, ഒരു ഗവൺമെന്റ് ജീവനക്കാരൻ അവസാനം സർവീസ് ഉപേക്ഷിക്കുമ്പോൾ. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് KFC ക്ലാസ് 9. ക്ലാസ് 9-ൽ ഈ അധ്യായത്തിലെ മറ്റ് പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസും പ്രീവിയസ് ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്ദി, നമസ്കാരം.